ജോൺ എന്നു പറയുന്ന ഒരാൾ മാംസം വിതരണം ചെയ്യുന്ന ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്തിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് മാംസം സൂക്ഷിക്കുന്ന തണുപ്പറയിൽ എന്തോ പരിശോധിക്കുവാനായി അദ്ദേഹം പോയി. നിർഭാഗ്യവശാൽ പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ അടഞ്ഞുപോയി. ജോൺ മുറിയിൽ പെട്ടുപോയി. സഹായിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു. അയാൾ ഉറക്കെ നിലവിളിച്ചു. വാതിലിൽ മുട്ടി. മിക്ക ജോലിക്കാരും പോയി കഴിഞ്ഞിരുന്നു. അടച്ച മുറിയിൽ നിന്ന് പുറത്തേക്ക് ശബ്ദം കേൾക്കുവാനും ബുദ്ധിമുട്ടാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ജോൺ മരിക്കാറായപ്പോൾ ആ തൊഴിൽശാലയുടെ കാവൽക്കാരൻ വാതിൽ തുറന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. അയാൾ എങ്ങനെ അവിടെ വന്നു? അവിടെ അയാൾക്ക് ജോലിയൊന്നുമില്ലല്ലോ എന്ന് ജോൺ ചോദിച്ചു. കാവൽക്കാരൻ പറഞ്ഞു, ഞാൻ ഈ തൊഴിൽശാലയിൽ 35 കൊല്ലമായി ജോലി ചെയ്യുന്നു. 100 കണക്കിന് ജോലിക്കാർ ദിവസവും അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുന്നു. പക്ഷേ രാവിലെ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും എന്നെ ആശംസിക്കുന്ന കുറച്ചു പേരിൽ ഒരാളാണ് നിങ്ങൾ. ബാക്കി എല്ലാവരും ഞാൻ ഉള്ളതുപോലും ശ്രദ്ധിക്കാറില്ല. ഇന്നും പതിവ് പോലെ നിങ്ങൾ ജോലിക്ക് വന്നപ്പോൾ ഹലോ എന്ന് പറഞ്ഞു. പക്ഷേ വൈകിട്ട് ശുഭരാത്രി, നാളെ കാണാമെന്ന് പറയുന്ന നിങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടില്ല. അതുകൊണ്ട് തൊഴിൽശാലയിലൊന്ന് ചുറ്റി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ദിവസവും നിങ്ങളുടെ ആശംസകൾക്ക് വേണ്ടി നോക്കിയിരിക്കും. നിങ്ങൾക്ക് ഞാൻ വേണ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് തിരിച്ച് യാത്ര ചോദിക്കാൻ നിങ്ങളെ കാണാത്തപ്പോൾ എന്തോ പറ്റിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തിരഞ്ഞു വന്നു. നിങ്ങളെ രക്ഷിക്കുവാൻ സാധിച്ചു. നാം എപ്പോഴും എളിമയുള്ളവരായിരിക്കണം. നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയണം. അപ്പോൾ നമ്മെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമുണ്ടാവും. പ്രത്യേകിച്ച് ദിവസം കാണുന്നവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും വേണം. അത് ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ഒരു ചെറിയ കാര്യത്തിൻ്റെ ശക്തിയെ ഒരിക്കലും ചെറുതായി കാണരുത്.